ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പലരും 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഇപ്പോഴും കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവാം. വീഡിയോ എന്ന് പറയുന്നത് പുതുതായിട്ട് എന്നെ പോലെ ഞാനും ഒരു ബിഗിനറാണ്. ഞാൻ വർഷങ്ങൾക്ക് മുൻപ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് മാസങ്ങളേ ആയിട്ടുള്ളൂ. അതിനിടയ്ക്ക് ഞാൻ ഒരു മാസം ഗ്യാപ്പ് എടുക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്കിവിടെ ഷെയർ ചെയ്ത് തരുന്നത്. ബിഗിനേഴ്സിന് പലർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടായിരിക്കാം 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനായിട്ടൊരു എളുപ്പവഴി പറഞ്ഞുതരാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇന്ന് തന്നെ ഇത് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൽ വ്യൂസ് കൂടുന്നതും നിങ്ങൾക്ക് വിസിബിളായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, പുതിയതായിട്ടുള്ള ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. അല്ലാത്തവർക്ക് അറിയാമായിരിക്കും. അറിയാവുന്നവർ സ്കിപ്പ് ചെയ്ത് പോവുക, അറിയാത്തവർ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഞാൻ എൻ്റെ മൊബൈലിൽ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം നമ്മുടെ ചാനലിലേക്ക്, നമ്മുടെ അക്കൗണ്ടിലേക്ക് പോവുക. അക്കൗണ്ടിലേക്ക് പോയിട്ട് അവിടെ നിങ്ങൾക്ക് ഞാൻ വലത് സൈഡിൽ കാണിച്ചു തരാം. അവിടെ ഷെയർ ചാനൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഷെയർ ചാനൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെ കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. ആ കോപ്പി ലിങ്ക് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ ലിങ്ക് കോപ്പി ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ട സെറ്റിങ്സ് എവിടെയാണെന്ന് വെച്ചാൽ, നമ്മൾ നേരെ ക്രോം ബ്രൗസറിലേക്ക് പോവുക. നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ തന്നെ ക്രോം ബ്രൗസറിൽ പോവുക. അതിനുശേഷം ക്രോമിൽ നിന്ന് YT സ്റ്റുഡിയോയിലോട്ട് കയറുക. അപ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പ് സൈറ്റ് ഓപ്പൺ ആക്കിയിട്ട് ഇട്ടിരിക്കുന്നവർക്കാണെങ്കിൽ ഡയറക്റ്റായിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റ് ആയിരിക്കും കാണുന്നത്. അല്ലാത്തവർ വലത് സൈഡിൽ 3 ഡോട്ട്സ് കാണാം. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ താഴെ ഡെസ്ക്ടോപ്പ് സൈറ്റ് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ പറഞ്ഞ സ്റ്റുഡിയോയുടെ ആപ്പിലേക്ക് കയറുക. അതിനുശേഷം അവിടെ താഴെ സെറ്റിങ്സിൽ പോയിട്ട് ജനറൽ ചാനൽ എന്ന് പറഞ്ഞ് കിടക്കുന്ന കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിൽ ചാനൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ബേസിക് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് കുറേ ടാഗ്സ് കൊടുക്കാം, കീവേഡ്സ് കൊടുക്കാം. ആ കീവേഡ്സ് കൊടുക്കുന്നിടത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന ലിങ്ക് അവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതുവഴി നമ്മുടെ ചാനലിൽ ഒരുപാട് റെക്കമെൻഡേഷനിലേക്ക് നമ്മളിടുന്ന ഷോർട്സ് ആണെങ്കിലും നമ്മളിടുന്ന വീഡിയോസ് ആണെങ്കിലും ഒരുപാട് റെക്കമെൻഡേഷൻസിലേക്ക് പോകും. നമ്മുടെ ചാനലിൽ എന്ത് പുതുതായിട്ട് അപ്ലോഡ് ചെയ്താലും അത് റെക്കമെൻഡേഷൻ വഴി ആൾക്കാരിലേക്ക് എത്തും. അതുവഴി നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ വ്യൂസ് കൂട്ടാനും നമ്മളെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ ബേസിക് എന്ന് പറഞ്ഞ ഇൻഫോയിൽ താഴെ തന്നെ നമുക്ക് നമ്മുടെ ചാനലിനെ ബന്ധപ്പെട്ട എന്ത് കീവേഡ്സ് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്യുന്നത് ഡെയിലി വ്ളോഗ്സ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ചെയ്യാറുണ്ട്. വീഡിയോസിന് സെക്ഷനിലാണെന്നുണ്ടെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും ട്രാവൽ വ്ളോഗ് ഉണ്ടെങ്കിൽ അത് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോൾ പുതുതായിട്ടാണ് യൂട്യൂബ് ടിപ്സ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് കാറ്റഗറി വീഡിയോസാണ് ചെയ്യുന്നത് അതിനെ ബന്ധപ്പെട്ടിട്ടുള്ള ടാഗ്സ് നിങ്ങൾ അവിടെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ കുക്കിംഗ് വ്ളോഗൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ കുക്കിംഗ് വ്ളോഗ് ചെയ്യുന്ന ഫേമസ് യൂട്യൂബേഴ്സ് ആരൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ഒരുപാട് ലക്ഷങ്ങൾ വ്യൂസ് ഉള്ള യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ ഈ സെയിം കുക്കിംഗ് വ്ളോഗൊക്കെ ചെയ്യുന്നത്, അവരുടെ പേര് നമുക്ക് കീവേഡായിട്ട് അവിടെ കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, അവരുടെ ഒരു വ്യൂവേഴ്സിനും, അതായത് ഈ ലക്ഷങ്ങൾ വ്യൂസ് ഉള്ള ആൾക്കാരുടെ വ്യൂവേഴ്സിനും നമ്മളുടെ വീഡിയോസ് റെക്കമെൻഡേഷൻസിൽ പോകും. അതുവഴി നമുക്ക് വ്യൂസ് കിട്ടാൻ, നമ്മുടെ അട്രാക്റ്റീവായിട്ടുള്ള വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ തമ്പനെയിലും ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തിടുന്ന സമയത്ത് വളരെ അട്രാക്റ്റീവായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അതുവഴി വ്യൂസ് കിട്ടാനും സബ്സ്ക്രൈബേഴ്സ് കൂടാനും നമ്മളെ അതിനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള കൂടുതൽ ടിപ്സായിട്ട് വീണ്ടും വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.